സ്ത്രീധനത്തെ തുടർന്ന് ഭർതൃവീട്ടിലെ പീഡനവും പെൺകുട്ടികളുടെ മരണവും നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട്. ദിവസം ഒരു ന്യൂസ് വെച്ചിട്ട് തന്നെ കേൾക്കുന്നുണ്ട് നമ്മൾ. അതേ ഒരു സമാന സംഭവം ഇപ്പോൾ കോഴിക്കോട് നടന്നിട്ടുണ്ട്. ഇവിടെ പക്ഷേ പെൺകുട്ടി മരിച്ചിട്ടില്ല. അതിനു മുമ്പ് ആ കുട്ടിക്ക് പോലീസിനെ ബന്ധപ്പെടാൻ സാധിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു വിഭജിക്കുകയും അതിലേക്ക് ഷാർജയിൽ മരണപ്പെട്ടത്. ആ കേസിലെല്ലാം കുറ്റവാളികൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഭർത്താവാണ്. ആ കുട്ടികളെ പീഡിപ്പിക്കുകയും അതിനെ തുടർന്ന് ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരാൾ കൊല്ലപ്പെട്ടതാണോ എന്നുള്ളത് ബലമായ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇപ്പോൾ കോഴിക്കോട് ഈ സംഭവം നടന്നിരിക്കുന്നത്. കൊല്ലാനുള്ള ശ്രമം നടന്നു. പക്ഷേ ആ കുട്ടി വാതിൽ തുറക്കാത്തതിൻ്റെ പേരിൽ മാത്രം അത് ജീവനോട്, അതും ഒരു 4 മാസം പ്രായമുള്ള കുഞ്ഞ് ജീവനോടെ ഇരിക്കുകയാണ്. ഞാൻ ആ ന്യൂസ് ഒന്ന് കാണിക്കാം. അതിനുശേഷം എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത് പറയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച ജാസ്മിനെ കാണാൻ കോഴിക്കോട് കുണ്ടുങ്ങല വീട്ടിലേക്ക് ഉമ്മയും ഉപ്പയും വന്നിരുന്നു. കാണാൻ വന്നതിലെ വിരോധം വെച്ചാണ് ജാസ്മിന്റെ ഭർത്താവും കേസിലെ പ്രതിയുമായ CK നൌഷാദ് ജാസ്മിനെ ആക്രമിച്ചത്. മുഖത്തും കൈക്കും അടിച്ചു പരിക്കേൽപ്പിച്ചു. കത്തി ഉപയോഗിച്ച് നെറ്റിയിലും പോറലേൽപ്പിച്ചു. വീട്ടിൽ നിന്നിറങ്ങിപ്പോയ നൌഷാദ് വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ കയ്യിൽ പെട്രോൾ നിറച്ച കുപ്പിയുണ്ടായിരുന്നു. വാതിലിൽ മുട്ടിയപ്പോൾ ഭയം കൊണ്ട് വാതിൽ തുറന്നില്ല. ഒരുപാട് സമയം തുറക്കാതിരുന്നപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ജാസ്മിന്റെ സഹോദരിയുടെ ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ആ പെണ്ണ് വാതിൽ തുറക്കാതിരുന്നത് കൊണ്ട് അവളുടെ സ്ഥാനത്ത് ആ സ്കൂട്ടി കത്തി തീർന്നു. എങ്ങാനും അവൾ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് അവളെയും ആ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ അവൻ ഇങ്ങനെ തന്നെ ചെയ്തേനെ. ഇവരുടെ രണ്ടുപേരുടെയും 2ാമത്തെ വിവാഹമാണ്. ഇവൻ്റെയും സെക്കൻഡ് മാരേജാണ്, ആ കുട്ടിയുടെയും സെക്കൻഡ് മാരേജാണ്. സെക്കൻഡ് മാരേജും തകർന്ന് വീട്ടിൽ പോയി നിന്നാൽ സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ഭയം ഉണ്ടാവാം. ഇതൊക്കെ സഹിച്ച കാരണം 2 ദിവസം മുമ്പും കത്തി കൊണ്ട്, ഒരാഴ്ച മുമ്പ് അതിൻ്റെ പെടല് പിടിച്ച് തിരിച്ച് കഴുത്തൊക്കെ ഓടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൻ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. സെയിം സംഭവം നമ്മൾ കേട്ടില്ലായിരുന്നു അതുല്യയുടെ കേസിൽ. ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഈ പെണ്ണ് അത് വീട്ടിൽ പറഞ്ഞതുമില്ല. വീട്ടിൽ പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല, വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഇവന് ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പെൺകുട്ടികളെ വിട്ടുകൊടുക്കുന്ന വീട്ടുകാരെ വേണം പറയാനായിട്ട്. ശരി, പ്രതികരിക്കാൻ ആ പെൺകുട്ടിക്ക് ധൈര്യമില്ല. ഓക്കെ, അങ്ങനെ ധൈര്യമില്ലാത്ത സ്ത്രീകളെ വീട്ടുകാർക്കൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ? നിങ്ങൾക്കൊക്കെ ഇനി എന്നാ നേരം വെളുക്കുന്ന? പെൺമക്കൾ ആണുങ്ങളുടെ കൂടെ ഇരുന്നാലേ അവർക്ക് ജീവിതമുള്ളൂ എന്ന് ചിന്തിച്ച് വെച്ചിരിക്കുന്നവരാ. സമാധാനം അല്ലെങ്കിൽ ഒരാണിൻ്റെ കൂടെ ഇരിക്കണമെന്നില്ല. സമാധാനവും സന്തോഷവും നമുക്ക് നമ്മുടെ ഫ്രീഡം എന്ന് പറയുമ്പോൾ അങ്ങ് അഴിച്ചു വിടണമെന്നല്ല പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നമ്മുടെ ഫ്രീഡവും ഒക്കെ തരുന്ന ഒരു പങ്കാളിയുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. ഇത് അല്ലാതെ ഇങ്ങനെ ടോക്സിക് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന ആണിൻ്റെ കൂടെ ഇരിക്കുന്നതിലും ഭേദം സ്ത്രീ ഒറ്റയ്ക്ക് വീട്ടിൽ സ്വയം പര്യാപ്തയായിട്ട് ഇരിക്കുന്നതാണ്. പെൺകുട്ടികളെ സ്വയം പര്യാപ്തിയാവാൻ സമ്മതിക്കില്ല. ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കും പിടിച്ച് കെട്ടിച്ചു വിടും. കെട്ടിച്ചു വിട്ടതിന് ശേഷം എന്തായിക്കോട്ടെ, കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ തീർന്നു. അവർ പിന്നെ അതുവരെ പ്രസവിച്ച് പാലൂട്ടി വളർത്തി സ്കൂളിൽ ഒരു അത്യാവശ്യം ഒരു ബേസിക് വിദ്യാഭ്യാസം കൊടുക്കുക, കാര്യങ്ങളൊക്കെ നോക്കി അവരെ കെട്ടിച്ചു വിടുന്നവരെ സ്വന്തം മോള്. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ വീട്ടിലെ വെച്ച് കാര്യം പറഞ്ഞിട്ട് അവരുടെ ഒരു പരാതിയും പറഞ്ഞ് അവർ വീട്ടിൽ വരാൻ പാടില്ല. എന്നാ നിങ്ങൾക്കൊക്കെ എന്നാ നേരം വെളുക്കുന്നേ? ആ കുട്ടിയുടെ സ്വന്തം കാര്യം നോക്കി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ആ കുട്ടി ജീവിക്കില്ലേ? ആണൊരുത്തൻ കൂടെ വേണമെന്ന് എന്താ നിർബന്ധം? ഓക്കെ, ഒരു സ്ത്രീക്ക് ഒരു ആണിനൊരു സ്ത്രീയും ഇണയായിട്ട് വേണം. പക്ഷെ അത് നിർബന്ധം അങ്ങനെ പറ്റൂ എന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ പരസ്പരം ജീവിതത്തിൽ സഹകരിച്ച് പരസ്പര ബഹുമാനത്തോടുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിലാണ് ഈ പറയുന്ന ആണും പെണ്ണും തുണയായിട്ടിരിക്കുന്നത് അനിവാര്യം. അങ്ങനെ ഇരുന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഞാനാണ് ഏറ്റവും വലിയത്, ഞാനാണ് ഈ കൂട്ടത്തിൽ, നീ എൻ്റെ അടിമയായിട്ടിരുന്നാൽ മതി, ഓക്കെ, എന്നെ മീറി നീ എന്നെക്കാൾ ഉപരി നീ ആരോടും കോണ്ടാക്ട് വയ്ക്കരുത്, നീ ആരെയും സംസാരിക്കരുത്, നീ ആരോടും വിട്ട്. അത് സ്വന്തം പാരൻസ് ആ കുട്ടിയെ കാണാൻ ആ കുട്ടിയുടെ വീട്ടിൽ വന്നതിൻ്റെ പേരിലാണ് ഇവൻ ഈ ഉപദ്രവിക്കുന്നത്. പ്രശ്നം തുടങ്ങുന്നത് ഇവരുടെ ഈ കല്യാണത്തിന് മുമ്പ് ഈ കുട്ടി ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നുള്ള കൊളീഗ്സുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിൽ 1-2 ആണുങ്ങളും ഉണ്ട്. അതിനെ ചൊല്ലിയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഒരിടത്ത് ജോലിക്ക് പോകുമ്പോൾ കൊളീഗ്സ് എല്ലാം കൂടി ചേർന്ന് ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ ഒക്കെ മോശമായിട്ട് എന്തെങ്കിലും ഒരു രീതിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതിലെന്തെങ്കിലും ഹൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി ആ ഫോട്ടോ അത് വീട്ടിൽ വെച്ചിരിക്കുന്നു, നശിപ്പിക്കില്ലേ? കൊളീഗ്സുമായിട്ട് എടുത്ത ഫോട്ടോയിൽ സംശയം തോന്നി, അതിനെ ചൊല്ലി പ്രശ്നം വരിക, അടി നടക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയ്ക്ക് ഈ കുട്ടിയുടെ വീട്ടിൽ കാണാൻ വന്നു എന്നുള്ളതിനെ ചൊല്ലിയാണ് കത്തിയെടുത്ത് അതിൻ്റെ നെറ്റിയിലൊക്കെ വരികയും ചെയ്തു. ഈ മെൻ്റലി പിടിച്ച് ഇവൻ്റെ കൂടെ ജീവിക്കണ്ട എന്ന് തീരുമാനം എടുക്കാനുള്ള ബോധം ഈ പെണ്ണിനില്ല. എന്നാൽ നിനക്കൊക്കെ ഇനി നേരം വെളുക്കുക? ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അതേ ഈ വിഭജിക്കുക ഷാർജയിൽ ആത്മഹത്യ ചെയ്തത്. ഞാൻ ആദ്യം ഫസ്റ്റ് ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഷാർജയിലല്ലേ
നാട്ടിലായിരുന്നെങ്കിൽ ഓക്കെ അങ്ങനെ എങ്ങനെയെന്ന് പറയാം. ഷാർജയിൽ ഒരു മാസമെങ്കിൽ ഒരു മാസം UAE നിന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ നിന്നിട്ട് എങ്ങനെ മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കാമെന്നൊക്കെ അങ്ങനെ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകുന്നതിന് ഈസി അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇത്രയും വർഷം ഇവിടെ നിന്ന കുട്ടി, പിന്നെയാണ് ഞാൻ അറിയുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണായിരുന്നു. HR ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരിയസ്ലി എനിക്ക് അവളോടാണ് എനിക്ക് ദേഷ്യം. മറ്റെന്തിനെക്കാട്ടിലും പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് നമുക്ക് വില തരുന്നില്ല, നമ്മളെ എടുത്ത് തലയിൽ വെക്കണമെന്നൊന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യജീവനാണെന്നുള്ളൊരു പരിഗണന തരാത്ത ഒരുത്തന് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിച്ചപ്പോൾ അത് അവള് പോയി തുലഞ്ഞതോ പോട്ടെ. ആ ഒരു പൊടി കുഞ്ഞിനെ തൊട്ടിൽ കയറിൻ്റെ അപ്പുറം ഇപ്പുറം ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കുരുക്കിടാൻ നമുക്ക് എങ്ങനെ തോന്നി എന്നുള്ള എനിക്ക് സീരിയസ്ലി എനിക്ക് അവൾ മരിച്ചു എന്നുള്ളതല്ല, എനിക്ക് അത്രത്തോളം ദേഷ്യം അവളോട് തോന്നിപ്പോയി. എന്തിനാ കുഞ്ഞിനോട്, ആ കുഞ്ഞിനെ നോക്കി മാന്യമായിട്ട് ജീവിക്കാനുള്ള ജോലി അവൾക്കൂടെ ഉണ്ടായിരുന്നു, ചെയ്യാമായിരുന്നു. ആ കുഞ്ഞിനോട് ഡേ കെയറിലാക്കുക, മുമ്പോട്ട് പോവുക, സ്വന്തം കാര്യം നോക്കി മുമ്പോട്ട് പോവുക, തുടർന്ന് മുമ്പോട്ട് പോവേ. മനുഷ്യൻ്റെ അന്നേരത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും ആ കുഞ്ഞിനെ ഒന്ന് ഓർക്കാമായിരുന്നു. ആ കുഞ്ഞിനെ ഓർത്തിട്ട് ഒരു നിമിഷം ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിലുണ്ടല്ലോ അവളുടെ ലൈഫ് ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. പോടാ പുല്ലേ എന്ന് ധൈര്യമായിട്ട് പറയാം. നമ്മുടെ നാട്ടിലെ പോലെ പോയി വലിയ സ്റ്റേഷനിൽ കയറി ഇറങ്ങി അവരുടെ കാല് പിടിച്ച് ഇവരുടെ കാല് പിടിച്ച് കേസ് എടുപ്പിക്കുക. അപ്പം പിന്നെ പോലീസുകാർ കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒന്നും വേണ്ട, വീട്ടിലിരുന്ന് അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നല്ലോ, വീട്ടിലിരുന്ന് ജസ്റ്റ് ഒരു കോള് ഷാർജ പോലീസിന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഇവൻ ഈ കാണിച്ചതിനൊക്കെ എണ്ണി അവൻ ഇവിടെ കിടന്ന് അനുഭവിച്ചേനെ. അത് അവൾക്ക് ചെയ്യാമായിരുന്നു, അത് അവൾ ചെയ്തിട്ടില്ല. എല്ലാ ഓപ്ഷനും അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതെയാണ് അവൾ ആത്മഹത്യ ചെയ്തത്. ഒരു ഓപ്ഷനും ഇല്ലാതെ, ഒരു വഴിയും ഇല്ലാതെ ഗതിമുട്ടി ചെയ്യുന്നവരുണ്ട്, അങ്ങനെയല്ല. എല്ലാ ഓപ്ഷനും മുമ്പോട്ട് ജീവിക്കാനും അവളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനും എല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് ആ കേസിൽ എനിക്ക് ഒരു സഹതാപവും തോന്നിയില്ല ആ പെണ്ണിനോട്. മുമ്പോട്ട് ജീവിക്കാൻ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ നല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നതാണ്. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ആ കാണിച്ച വേലയ്ക്ക് എനിക്ക് സീരിയസ്ലി ഒരു രീതിക്കും ആ ഒരു സഹതാപമല്ല ആ സ്ത്രീയോട് തോന്നിയത്. ഞാനും 3 കുട്ടികളുടെ അമ്മയാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഒരിക്കലും എനിക്ക് മറ്റൊരു പൊടി കുഞ്ഞിനോട് അത് ചെയ്തു എന്ന് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ എൻ്റെ സ്വന്തം കുഞ്ഞിനോട് എനിക്കൊരു സ്ത്രീയായിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും, ഒരു അമ്മയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവക്ക് എങ്ങനെ തോന്നി എന്ന് ഞാൻ ചിന്തിക്കുക. അതുപോലെ അതുല്യയുടെ കേസിൽ എനിക്ക് നല്ല സംശയമുണ്ട് അവൻ അവളെ കൊന്നതാണ് എന്നുള്ളതിൽ. അത് എങ്ങനെയാണ് മുമ്പോട്ട് കേസ് പോകുന്നതെന്നുള്ളത് അറിയത്തില്ല. ഇവിടെ എന്തോ ഒരു ഭാഗ്യത്തിന് ഈ കുട്ടി മരിച്ചിട്ടില്ല. അതിനു മുമ്പ് അത് പോലീസിനെ കോണ്ടാക്ട് ചെയ്തു. ഇനിയെങ്കിലും ഈ രണ്ടാമത്തെ കല്യാണവും ബന്ധം തകർന്ന് വീട്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ കുറേ നാറിയ നാട്ടുകാരുണ്ട്. അയ്യോ എന്തു പറ്റി എൻ്റെ മോളെ, ഇനി അങ്ങനെ ആയല്ലോ എന്നും പറഞ്ഞിട്ട് ഈ വേദനിച്ചിരിക്കുന്ന നമ്മുടെ ഈ മുറിഞ്ഞ ഒരു മുറിവിലോട്ട് പിന്നെയും കൊണ്ടുവന്നിട്ട് ഈ കമ്പ് കിട്ടിങ്ങനെ ചികഞ്ഞ് നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന കുറേ നാറികൾ. അതുങ്ങളുടെ മുഖത്തും കൂടെ നോക്കിയിട്ട് എനിക്ക് പറ്റിയത് ഞാൻ സഹിച്ചോളാം, നീയൊക്കെ നിന്റെ പണി നോക്കുന്നൊക്കെ പറയാനുള്ള ഒരു ധൈര്യം കൂടി പെൺകുട്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. വാതിൽ തുറക്കാത്തതിൻ്റെ ദേഷ്യത്തിന് കത്തിച്ച് ഞങ്ങളെ നേരെ വന്നത്. വാതിൽ കുറേ ചവിട്ടിയപ്പോൾ ഞങ്ങൾ അമർത്തി പിടിച്ച് അപ്പോൾ വണ്ടി കത്തിച്ച്. നൗഷാദിൽ നിന്ന് ജാസ്മിൻ ക്രൂരമർദ്ദനങ്ങൾക്കിരയാവുന്നത് ഇതാദ്യമല്ല. ജാസ്മിൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വെച്ച് കൂട്ടുകാർക്കൊപ്പം എടുത്ത ഫോട്ടോയെ ചൊല്ലിയാണ് പ്രശ്നമുണ്ടാക്കി തുടങ്ങുന്നത്. അതിൻ്റെ പേരിൽ പലപ്പോഴും കൊല്ലാൻ ശ്രമിച്ചെന്നും ജാസ്മിൻ പറയുന്നു. പുള്ളിയുടെ ഉറക്കം ഞാൻ കളഞ്ഞു, അതുകൊണ്ട് നീ ഉറങ്ങണ്ട എന്നുള്ള രീതിയിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് തലയിൽ കൂടി വെള്ളമൊഴിക്കുക, അടിക്കുക, കൈ പിടിച്ച് തിരിക്കുക, വായിൽ വിരലിട്ടിട്ട് അകത്തി പിടിക്കുക, കൈ ചുരുട്ടി പിടിച്ച് തലയ്ക്ക് എന്നെ കുത്തുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പം മെനഞ്ഞാന്ന് പൊലച്ചയ്ക്ക് വന്ന് കത്തി എടുത്തിട്ട് ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ കഴുത്തിൽ ഇവിടെയൊക്കെ കുത്തി വെച്ചിട്ട് വരയുക, കൊല്ലൂന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടിക്കുക. ശ്വാസം മുട്ടിച്ചിട്ട് ഞാൻ പെടയുമ്പോൾ വിടും, പിന്നെ ശ്വാസം മുട്ടിക്കും, പിന്നെ ഞാൻ പെടയുമ്പോൾ വിടും, പിന്നെ ശ്വാസം മുട്ടി, പിന്നെ ഞാൻ പെടയുമ്പോൾ വിടും. കഷ്ടമുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. അത്രത്തോളം സങ്കടത്തിൽ വിങ്ങായിട്ടാണ് അത് സംസാരിക്കുന്നത്. ഇവൻ കൈയും കാലും അടിച്ചൊടിച്ചിട്ട് അവളുടെ ശരീരം എങ്ങനെയാണോ വേദനിക്കുന്നത് അതുപോലെ തന്നെയാണ് അവൻ്റെ ശരീരം വേദനിക്കുക എന്നുള്ളത് അവന് മനസ്സിലാക്കി കൊടുത്തിട്ടായിരുന്നു അവൾ പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്. ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഇത്രത്തോളമൊക്കെ ഉപദ്രവിച്ച് ഇവനുണ്ട് നോക്കിയോ, 2 ആഴ്ചയിൽ ഇവൻ ഇറങ്ങി വരും. ഇപ്പോൾ ഇവൾ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തതും കൂടെ ചേർത്തിട്ട് അതിനും കൂടി ചേർന്ന് ആ കുട്ടിയെ ഉപദ്രവിക്കും.
അതിനും കൂടി ചേർന്ന് ആ കുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്യും, പിന്നെ വീണ്ടും പിടിക്കും, വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി വരും. ഇതാ സംഭവിക്കാൻ പോകുന്ന. അപ്പം ഇവള് ചെയ്യേണ്ടിയിരുന്നുണ്ടല്ലോ, 2 കാലും 2 കൈയും തല്ലി ഒടിച്ച് ഇവനെ ഇട്ടിട്ട് കുറച്ച് നാളുകൾ നോക്കണമായിരുന്നു. ഇവളുടെ വില അവൻ മനസ്സിലാക്കുകയും വേണം. പിന്നെ തുറന്ന് മുമ്പോട്ട് ജീവിക്കണമെന്നല്ല പറയുന്നത്, ഒരു പെണ്ണിന്റെ വില അവൻ മനസ്സിലാക്കുകയും വേണമായിരുന്നു. ശരീരം എങ്ങനെയാണ് നോവുന്നതെന്നുള്ളത് അവൻ മനസ്സിലാക്കണമായിരുന്നു. നൗഷാദ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും മകളോട് ചെയ്തതത്രയും വലിയ ക്രൂരതയാണെന്നും പറയുകയാണ് രക്ഷിതാക്കൾ. ഇതിൻ്റെ അടുക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച തച്ച് പെരടിയൊക്കെ ഉളുക്കി വേദനായി. ഓന് PV ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. ആരോടും പറയണ്ട, എന്നോട് പറ്റിപ്പോയതാന്ന് പറഞ്ഞ് എന്നോട് വരെ പറഞ്ഞില്ല. അത് ലഹരി ഇപ്പം ഉണ്ടോല്ലേ, ഓന് മയക്കുമരുന്നിൻ്റെ അടിമയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ഓന് പല നേരം പല സ്വഭാവമാണ്. അപ്പം അറിയായിരുന്നു അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ സമയം പല നേരം അവന് പല ഗുണമാണെന്നുള്ളത്. എന്നിട്ടും നിങ്ങളുടെ പെൺകുട്ടിയാ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോരയും നീരും കൊടുത്ത് പ്രസവിച്ച്, നിങ്ങളുടെ ജീവൻ തന്നെ കൊടുത്ത് പ്രസവിച്ച് നിങ്ങൾ വളർത്തി ഇത്രയാക്കിയ പെൺകുട്ടിയെ, നിങ്ങളുടെ പെണ്ണോ ആണോ ആവട്ടെ, നിങ്ങളുടെ കുട്ടിയാണോ, ഇങ്ങനെ ഒരു ഭ്രാന്തൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പല നേരം പല ഗുണം കാണിക്കുന്ന ഇവൻ്റെ കൂടെ വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ സമാധാനമായിട്ട് ഇരുന്നല്ലോ. ഓഹ് അൽഹംദുലില്ലാ, എൻ്റെ മോൾ അവളെ കെട്ടിയോൻ്റെ വീട്ടിലാണ്. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കണം. നിങ്ങളുടെ മോള് നിങ്ങളുടെ കെട്ടിയോൻ്റെ വീട്ടിലാണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ മോള് നിങ്ങളുടെ വീട്ടിൽ ജീവനോടെ വേണ്ടതാണോ വേണ്ടത്? നിങ്ങൾക്ക് എന്താ ശരിക്കും വേണ്ടത്? ഇങ്ങനെയുള്ള പാരൻസിന് വേണം ആദ്യം അടിക്കാൻ. ഇങ്ങനെയുള്ള പാരൻസിന് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു ഓക്കെ, പെൺകുട്ടികളെ എന്ത് തോന്നിയ ദിവസം കാണിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ മനഃപൂർവ്വം അടി ഉണ്ടാക്കി കൊണ്ട് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നല്ല. പക്ഷേ എത്രത്തോളം ടോക്സിക് ആയിട്ടാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് ചേർത്ത് പിടിച്ചുകൂടെ നിങ്ങൾക്ക്? അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെയൊക്കെ വായിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്ര സഹിച്ചിട്ട് അവിടെ ഒന്നും നിൽക്കില്ല. തിരിച്ചു വന്നാൽ എങ്ങനെ മുമ്പോട്ട് നിങ്ങൾക്കൊക്കെ ഒരു ഭാരമാവോ എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും പലരും പിന്നെയും പല പെണ്ണുങ്ങളും പിന്നെയും സഹിച്ച് എല്ലാം ക്ഷമിച്ച് നന്നാവും എന്ന് പറഞ്ഞിട്ട്. അതുള്ളിയുടെ കേസ് കണ്ടില്ലേ, എത്ര വർഷമായ കുട്ടി ശരിയാവും എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയത്. എന്തിന്? സ്വന്തം ജീവിതത്തിലെ 10-12 വർഷം വല്ലവൻ്റെ ഇടിയും തൊഴിയും കുത്തും കൊണ്ടിട്ട് സഹിച്ച് മുമ്പോട്ട് പോയേണ്ട ആവശ്യം എന്തുമായിരുന്നു? എത്രയോ സന്തോഷത്തിൽ എത്രയോ സമാധാനത്തിൽ ജീവിക്കേണ്ട വർഷങ്ങളായിരുന്നു ഇതൊക്കെ. തലനാരിഴയ്ക്ക് ആ പെണ്ണ് മരിക്കാതെ രക്ഷപ്പെട്ടത്. ആ 4 മാസം പ്രായമുള്ള കുഞ്ഞിന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ കേൾക്കുന്നത് ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ച് 4 വയസ്സുള്ള 4 മാസം പ്രായമുള്ള കുഞ്ഞിനെയും ഭാര്യനെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടുകിട്ടി. ഈ വാർത്ത ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക്. അതിലും എത്രയോ ഭേദമാണ് ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ ആ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്നത് സമാധാനമായിട്ട്. ഭർത്താവ് കൂടെ ഇല്ല, ആ ഒരു കുറവല്ലേ ഉള്ളൂ. എല്ലാം ജീവിതത്തിലെ എല്ലാം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണോ? അത് വേണ്ട എന്നല്ല, പക്ഷേ ഇത്രത്തോളം ടോക്സിക് ആയിട്ടൊരു റിലേഷനിൽ അങ്ങനെ വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് ദയവ് ചെയ്ത്. ഇനിയെങ്കിലും കോംപ്രമൈസ്, ഈവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ കൂടെ വിട്ടു എന്നൊരു ന്യൂസ് കേൾക്കല്ലേ. എങ്കിൽ പിന്നെ കേൾക്കാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂസ് ആയിരിക്കും. ഇവൻ ഇറങ്ങും, ജാമ്യം ഉറപ്പായിട്ട് ഇവൻ ഇവിടെ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങും. അടുത്ത് ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുകയും ചെയ്യും. അതുപോലൊരു നാറിയ നിയമം നമ്മുടെ നാട്ടിൽ. ഞാനതാ പറയുന്നത്, നാട്ടിലെ നിയമം ഇങ്ങനെ ഇത്രത്തോളം ആയി കിടക്കുന്നു. പക്ഷെ ഇവിടെ ആ 2 പെണ്ണുങ്ങൾക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം അവർ തന്നെ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ. ഒരാൾ പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ജോലി, അടുത്തൊക്കെ കരിയറിൽ മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും ഇതാകത്തില്ല. ആ കുട്ടിയുടെ 1-2 വോയിസ് ഞാൻ കേട്ടാലും നല്ല ബോൾഡായിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കുട്ടിയെ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന്. അവരുടെ റിലേറ്റീവ്സ് പറയുന്ന ഒന്നും വേണ്ട, അവളുടെ വോയിസ്, അവൾ 1-2 വോയിസ് കൂട്ടുകാർക്ക് അയച്ചത് ഞാൻ കേട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നല്ല ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവളുടെ. അതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യുമെന്ന്, അതും ഒരു ജോലി തൊട്ടടുത്ത ദിവസം ജോലിക്ക് കയറുകയാണ്. ലൈഫിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി, എൻ്റെ മോളെ വളർത്തണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവൻ വന്നു കിടന്ന് കാണിച്ച നാടകത്തിൻ്റെ അടിയിൽ ആൾക്കാരുടെ കമൻറ്റാണ്. എനിക്കറിയാൻ വയ്യ. മറ്റേ കുട്ടിയുടെ കാര്യത്തിൽ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അവളോട് മാത്രമാണ് ദേഷ്യം. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ അവൾ കുരുക്കിട്ടില്ലേ, മുമ്പോട്ട് ജസ്റ്റ് ഒരു കോള് ഫോണിൽ നിന്ന്, എനിക്ക് വീട്ടിൽ ഇങ്ങനെയാണ് ബുദ്ധിമുട്ട്, കൂടുതലൊന്നും പറയണ്ട. അവളോട് കാണിച്ചതിന് എണ്ണി ആ മൂങ്ങക്കണ്ണൻ അവൻ ബോഡി ഷെയിം ചെയ്യല്ല. പക്ഷേ നല്ല പൊന്നുപോലൊരു പെണ്ണ്, നല്ലൊരു കുഞ്ഞ്, അവൻ എന്തിൻ്റെ കേടായിരുന്നു? അവൻ്റെ എല്ലാ സൂക്കേടും തീർത്ത് ഇവിടുത്തെ പോലീസ് ഇടുള്ളായിരുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടുത്തെ നിയമത്തിന്. അതവൾ ചെയ്തില്ല. അവൾ അത് ചെയ്യുന്നതിന് പകരം ചെയ്തത് തെണ്ടിത്തരമായിപ്പോയി. മരിച്ച് തലയ്ക്ക് മേലെ നിൽക്കുകയാണ്, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ.